കുപ്രസിദ്ധ മോഷ്ടാക്കളായ കുറുവ സംഘം എറണാകുളത്ത് എത്തിയതായി സംശയം. വടക്കൻ പറവൂരിൽ കുറുവ സംഘം എത്തിയെന്ന് സംശയിക്കുന്നതായാണ് റിപ്പോർട്ട്. ആലപ്പുഴയിൽ കുറുവ സംഘം എത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ ആശങ്കയ്ക്കിടെയാണ് കൊച്ചിയിലും കുറുവ സംഘമുണ്ടെന്ന സംശയം ബലപ്പെട്ടിരിക്കുന്നത്. വടക്കൻ പറവൂരിൽ പുലർച്ചെ 2 മണിയോടെ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴാണ് സംഘം മോഷ്ടിക്കാനെത്തിയത് അറിയുന്നത്. വീടിന്റെ പിൻവാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറാനായിരുന്നു മോഷ്ടാക്കൾ ശ്രമിച്ചത്. സിസിടിവി പരിശോധിച്ചതിൽ 2ൽ കൂടുതൽ ആളുകൾ സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായി. പ്രദേശത്തെ 5ഓളം വീടുകളിൽ മോഷ്ടാക്കൾ കയറാൻ ശ്രമിച്ചെന്നാണ് വിവരം. സിസിടിവിയിൽ കണ്ടത് കുറുവ സംഘത്തെ തന്നെയാണോ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിൽ നടന്ന മോഷണ പരമ്പരയ്ക്ക് പിന്നിൽ കുറുവ സംഘമാണെന്ന സംശയം ഉയർന്നിരുന്നു. ഈ ഭീതിക്കിടെയാണ് എറണാകുളത്തും മോഷണശ്രമം നടന്നത്. ആയുധധാരികളായ സംഘം എന്നാണ് കുറുവ സംഘം എന്ന വാക്കിന്റെ അർത്ഥം. തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ഇവർക്ക് ഈ പേര് നൽകിയത്. തിരുട്ടുഗ്രാമം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്ത് ഒരു ഗ്രാമത്തിലെ ആളുകളെയാണ് കുറുവ സംഘം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. നിലവിലെ കുറുവ സംഘത്തിൽ ഉള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നല്ല, 1ഓ 2ഓ മോഷ്ടാക്കളല്ല, മറിച്ച് വലിയൊരു സംഘം മോഷ്ടാക്കളുടെ കൂട്ടമാണിത്. കുറഞ്ഞത് 3 പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകുന്നത്. മോഷണത്തെ തൊഴിലായി കാണുന്ന ജനങ്ങളാണെന്നതിനാൽ യാതൊരു കുറ്റബോധവും ഇവർക്ക് ഉണ്ടാകില്ല. പാരമ്പര്യമായി കൈമാറിയ കിട്ടിയ മോഷണതന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവുമെല്ലാം കൂടിച്ചേർന്നാണ് ഇവർ ഓരോ പ്രദേശങ്ങളിലേക്കെത്തുന്നത്. പകൽ സമയങ്ങളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് നടന്ന് മോഷ്ടിക്കേണ്ട വീടുകൾ കണ്ടുവയ്ക്കുന്ന സംഘം രാത്രി എത്തുന്നതാണ് രീതി. ആയുധങ്ങളുമായി എത്തുന്ന സംഘം അർദ്ധനഗ്നരാകും. ദേഹമാകെ എണ്ണയും കരിയും തേക്കും. പിടിക്കപ്പെടുമെന്നുറപ്പായാൽ ആക്രമണം ആരംഭിക്കുന്ന ഇവർ ഒന്നിനും മടിക്കില്ല. അടുക്കള ഭാഗത്ത് വാതിൽ തകർത്ത് അകത്ത് കയറുന്നതാണ് ഇവരുടെ രീതി. കുട്ടികൾ കരയുന്നതുപോലെ ശബ്ദം ഉണ്ടാക്കിയും ടാപ്പ് തുറന്നുവിട്ടും വീട്ടുകാരെ പുറത്തേക്കിറക്കുകയും അവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തുകയും ചെയ്യുന്നതും ഇവരുടെ രീതിയാണ്. പുന്നപ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും മാല മോഷണം പോയിരുന്നു. മുഖം മറച്ച ആളെ കണ്ടുവെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മണ്ണഞ്ചേരി, ചേർത്തല, കരിയിലക്കുളങ്ങര ഭാഗങ്ങളിൽ സംഘം ചേർന്ന് മോഷ്ടാക്കൾ എത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതേസമയം ആലപ്പുഴയിൽ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവ സംഘം തന്നെയെന്ന് പോലീസ്. കുണ്ടന്നൂരിൽ നിന്നും അറസ്റ്റിലായ സന്തോഷ് സെൽവം കുറുവ സംഘത്തിലുള്ള ആളാണെന്ന് ആലപ്പുഴ DYSP പറഞ്ഞു. 14 പേരാണ് കുറുവ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മണികണ്ഠൻ സംഘത്തിലുള്ള ആളാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സിസിടിവി ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായതെന്നും പോലീസ് അറിയിച്ചു. സന്തോഷിന്റെ ശരീരത്തിലെ പച്ചകുത്തിയ അടയാളമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. കുണ്ടന്നൂർ പാലത്തിനടിയിൽ വെച്ചാണ് തമിഴ്നാട് സ്വദേശികളായ സന്തോഷ് സെൽവത്തിനെയും മണികണ്ഠനെയും മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയത്. രക്ഷപ്പെട്ട സന്തോഷ് സെൽവത്തെ 4 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ചതുപ്പിൽ നിന്നും സാഹസികമായി പിടികൂടിയത്. മണ്ണഞ്ചേരിയിലെത്തി കവർച്ച നടത്തിയത് സന്തോഷായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു. കുണ്ടന്നൂരിലെത്തിയത് 3 മാസം മുമ്പാണ്. കുണ്ടന്നൂരിലെ ബാറിൽ ഇയാൾ പതിവായി എത്താറുണ്ടെന്നും കുറുവ സംഘവുമായി ഇയാൾക്ക് ബന്ധമുണ്ടോയെന്ന് കൂടുതൽ ചോദ്യം ചെയ്താലേ വ്യക്തമാവൂ എന്നും പോലീസ് പറഞ്ഞു. ആലപ്പുഴയിലേക്ക് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകും വഴി കസ്റ്റഡിയിൽ നിന്ന് ഇയാൾ ചാടി പോവുകയായിരുന്നു. കുണ്ടന്നൂർ നഗരത്തിൽ 4 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. ഈ പ്രദേശങ്ങളിലെ ചതുപ്പിൽ പ്രതി ഒളിച്ചിരിക്കുകയായിരുന്നു. സന്തോഷിന്റെ ഭാര്യ ജ്യോതി, അമ്മ പൊന്നമ്മ എന്നിവരെയും മരട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരെ പിന്നീട് വിട്ടയച്ചു. 2019 നവംബർ മാസത്തിലാണ് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. കൊല്ലം ജില്ലയിൽ തമിഴ്നാട്ടിലെ തിരുട്ടുഗ്രാമത്തിലെ മോഷണ സംഘങ്ങൾ എത്തിയതായുള്ള വാർത്തയായിരുന്നു അന്ന് പുറത്തുവന്നത്. 11 പേരെ പോലീസ് തിരിച്ചറിഞ്ഞുവെന്നും സമീപകാലത്ത് ഉണ്ടായ 3 വലിയ മോഷണങ്ങൾക്ക് പിന്നിൽ ഈ സംഘമാണെന്ന് വ്യക്തമായതായും പോലീസും വ്യക്തമാക്കി. കുറുവ സംഘത്തെ പോലെ തന്നെ പകൽ വീടുകൾ നോക്കി വയ്ക്കുകയും രാത്രിയിൽ മോഷണം നടത്തുകയുമാണ് ഇവരുടെ പതിവ്. അടിവസ്ത്രം മാത്രം ധരിച്ച് ശരീരത്തിൽ കറുത്ത ചായം പൂശിയാണ് സംഘം മോഷണത്തിന് ഇറങ്ങുന്നത്. എന്നാൽ കുറുവ സംഘത്തിൽ നിന്നും ഇവരെ വ്യത്യസ്തരാക്കുന്നത് ഇവരുടെ ജീവിതചര്യകളും മോഷണ രീതികളുമാണ്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്ക് അടുത്തുള്ള തിരുട്ട് ഗ്രാമത്തെക്കുറിച്ച് കേൾക്കാത്തവർ കുറവായിരിക്കും. കൃത്യമായ പദ്ധതിയും ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പിന്തുണയുമായാണ് ഇവർ മോഷണം നടത്താനിറങ്ങുന്നത്. മോഷണ ശ്രമത്തിനിടയിൽ പിടിക്കപ്പെട്ട സംഘാംഗങ്ങൾ ജയിലിലായാലും അവരുടെ ബന്ധുക്കൾ പട്ടിണിയിലാകില്ലെന്നുള്ളതും മറ്റൊരു കൗതുകമാണ്. ആ കുടുംബത്തെ പിന്നീട് സംരക്ഷിക്കുന്നത് ആ ഗ്രാമമാണ്. തിരുട്ട് ഗ്രാമത്തിന് ഒരു മൂപ്പനുണ്ട്. ഈ മൂപ്പന്റെ അറിവോടെയാണ് ഓരോ സംഘങ്ങളും മോഷണത്തിനായി എത്തുന്നത്.
ഓരോ മോഷണം നടത്തുമ്പോഴും ഇതിന്റെ വിവരങ്ങൾ അപ്പപ്പോൾ സംഘാംഗങ്ങൾ ഗ്രാമത്തിന് കൈമാറും. ആരെങ്കിലും പിടിയിലായിട്ടുണ്ടെങ്കിൽ ആ വിവരവും നൽകും. ശേഷം ഗ്രാമത്തിൽ നിന്നുമുള്ള ഇടപെടലുകളാണ് പിടിയിലായവർക്ക് നിയമസഹായം ഉൾപ്പെടെയുള്ളവ എത്തിക്കുന്നതും. കവർച്ച നടത്തി ലഭിക്കുന്ന വരുമാനത്തിന്റെ നിശ്ചിത വിഹിതം ഗ്രാമമൂപ്പനെ ഏൽപ്പിക്കണമെന്ന നിയമവും ഈ ഗ്രാമത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ തുക ഉപയോഗിച്ചാണ് കവർച്ചയ്ക്കിടെ ജയിലിലാകുന്ന കുടുംബങ്ങളെ തിരുട്ട് ഗ്രാമം സഹായിക്കുന്നതും. ജന്മവാസനയായി തന്നെ കുറ്റകൃത്യങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്ന മതിലുകളാൽ ചുറ്റപ്പെട്ട തിരുട്ടു ഗ്രാമങ്ങളിൽ ഒരിക്കൽ അകപ്പെട്ടാൽ ഒരു മടങ്ങിവരവ് സാധ്യമല്ലെന്നുള്ളതുകൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്.